ജ്യൂസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, പഴച്ചാറുകൾ തുടങ്ങിയവയെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ രണ്ടാം ഭാഗത്തിലേക്കാണ് ഇന്ന് ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ജ്യൂസുകൾക്ക് വളരെയധികം മാർക്കറ്റുള്ള ഒരു പ്രത്യേക സീസണാണ് കേരളത്തിലെ 2-3 മാസങ്ങൾ എന്ന് പറയുന്നത്. അതിഥി തൊഴിലാളികളാണ് ഇത് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത്. മാത്രമല്ല ഇപ്പൊ നമ്മുടെ യങ്സ്റ്റേഴ്സിന്റെ ഒരു പുതിയ ട്രെൻഡാണ്. ചെറിയ കോളേജ് സ്റ്റുഡൻസ് എല്ലാം ഈ ഷോപ്പുകളിൽ വന്നിട്ട് ഇതുപോലെയുള്ള സാധനങ്ങൾ പെട്ടെന്ന് വാങ്ങിച്ച് കുടിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് കേരളത്തിൽ വ്യാപകമായി വിറ്റഴിക്കപ്പെടുന്ന ഒരു ഉൽപ്പന്നമായി മാറുന്നത്. അതൊരു ബിസിനസ് അവസരമായിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉപയോഗിക്കാം. കാരണം അതിന് വലിയ മെഷീനറിയുടെ ആവശ്യമൊന്നുമില്ല, വലിയ മാൻ പവർ ആവശ്യമില്ല. ആകെ ആവശ്യം വരുന്നത് ഇതിനാവശ്യമായ ജ്യൂസ് ബോട്ടിലുകളാണ്. അത് ഏത് അളവിൽ വേണം, 200-200ന്റെയോ 250ന്റെയോ 500ന്റെയോ എല്ലാം പലതരത്തിൽ അവൈലബിൾ ആണ്. അത് വാങ്ങുക എന്നുള്ളതാണ് ഇതിന്റെ പ്രാഥമികമായ ഒരു ചെലവെന്ന് പറഞ്ഞത്. ഇവിടെ A to Z ലാണെങ്കിൽ ഞങ്ങൾ അത് ചെറിയ ക്വാണ്ടിറ്റിയിൽ കൊടുക്കുന്നുണ്ട്, ഹോൾസെയിലും കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നിങ്ങൾ ആ ജ്യൂസ് ഉണ്ടാക്കുക, ഒന്നില്ലെങ്കിൽ അത് ഉണ്ടാക്കുക, അല്ലെങ്കിൽ മൊത്ത വിതരണക്കാരിൽ നിന്ന് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ അത് റീപാക്ക് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇതിനൊക്കെ ഇപ്പോ പണ്ടെല്ലാം വാങ്ങിച്ചിരുന്ന പോലെ ചെറിയ വിലക്കല്ല ഇത് വരുന്നത്. അത്യാവശ്യം നല്ല വിലക്കാണ് ഇതെല്ലാം മാർക്കറ്റിൽ വിൽക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു അവസരമാണ്. കാരണം പാക്കിംഗ് മെറ്റീരിയലിന് വലിയ കോസ്റ്റ് വരുന്നില്ല. പിന്നെ ഇപ്പോൾ യുദ്ധത്തിന്റെ സാഹചര്യമായതുകൊണ്ട് നിലവിലുള്ള ബോട്ടിലുകൾക്കെല്ലാം കുറച്ച് റേറ്റ് കൂടുതലാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്. പക്ഷെ ഇത് എന്നിരുന്നാൽ പോലും നിരവധി ആളുകൾ ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് വിൽക്കാൻ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ചെറിയ പ്രോഗ്രാമൊക്കെ നടക്കുന്ന സ്ഥലത്ത് ഒരു ടേബിളിന്റെ പുറത്ത് വെച്ച് നമുക്കൊരു കുടയെല്ലാം വെച്ച് നല്ല രീതിയിൽ പ്രസന്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് തുടക്കക്കാർക്ക് അങ്ങനെ ബിസിനസ് ഒക്കെ ചെയ്തു നോക്കാം. ബിസിനസ് എല്ലാം ഉഷാറായി വരുമ്പോൾ അല്ലെങ്കിൽ നല്ല കോൺഫിഡൻസ് ഒക്കെ വരുമ്പോൾ അതിന് വേണ്ട മെഷീനറി, അത്യാവശ്യ കാര്യങ്ങളെല്ലാം വാങ്ങിച്ചാൽ മതി. കുറേ നാൾ വരെ മെഷീനറി ഒന്നും ഇല്ലാതെ പഠിക്കാൻ പറ്റും. ആകെ നിങ്ങൾക്ക് വേണ്ടത് ഈ ജ്യൂസ് ഉണ്ടാക്കുന്ന ടെക്നിക്കൽ നോഹൗ. ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാവുന്നതാണ്. അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് നിങ്ങളത് സോഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഹോൾസെയിൽ ആയിട്ടുള്ള ആളുകളിൽ നിന്ന് വാങ്ങുക എന്നുള്ളതാണ്. പിന്നെ ഇതിന് ആവശ്യം വരുന്നത് ഇതിന്റെ സ്റ്റിക്കേഴ്സ് ആണ്. അപ്പൊ ഈ ബോട്ടിലെ കണ്ട സ്റ്റിക്കേഴ്സ് വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. സ്റ്റിക്കേഴ്സ് പല ഓപ്ഷൻ ഉണ്ട്. പേപ്പർ ഉണ്ട്, ട്രാൻസ്പെറന്റ് ഉണ്ട്, PP ഉണ്ട്, പലതുണ്ട്. അപ്പോൾ ഫ്രീസറിൽ വെക്കുന്നതായതുകൊണ്ട് PP ആയിരിക്കും കുറച്ച് നല്ലതെന്നുള്ളൊരു അഭിപ്രായം. എന്തായാലും അത് നമ്മൾ ഏത് ബോട്ടിലായാലും ഒട്ടിച്ചു കഴിഞ്ഞാൽ അത് നല്ലൊരു ഭംഗിയാണ്. ആ ഭംഗി അനുസരിച്ചാണ് ഇന്ന് മാർക്കറ്റ്. കാരണം ഒരു കാര്യം ശ്രദ്ധിക്കുക, നല്ല ക്വാളിറ്റി ഉണ്ടാവണം. കാരണം ഇത് കുട്ടികളെല്ലാം ഉപയോഗിക്കുന്നതാണ്. ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മാത്രമേ മാർക്കറ്റ് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. വളരെയധികം നല്ല അവസരമാണ്. പക്ഷേ പതിവ് പോലെ ഞങ്ങൾ പറയുന്ന പോലെ ഈ ബിസിനസ്സിനും റിസ്ക് ഉണ്ട്. ആ റിസ്ക് മനസ്സിലാക്കി മാത്രം ഈ രംഗത്തേക്ക് കടക്കുക.